ഇതുപോലെയുള്ള ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും? ഇവയെക്കുറിച്ചെല്ലാം തന്നെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിനി വിശദമായ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. Dear sisters and brothers, welcome back to Gamma Rays. ഇതുപോലെയുള്ള ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്താൻ വേണ്ടി നിലവിൽ നാം ഏവരും 3 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഈ 3 മെത്തേഡുകളും തീർച്ചയായിട്ടും നിങ്ങളൊരു ടെക്നീഷ്യൻ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം സമയം, സാഹചര്യം, സന്ദർഭം ഇവയ്ക്ക് അനുസരിച്ച് ഓരോ മെത്തേഡുകളും വിവിധ സമയങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒരു ടെക്നീഷ്യൻ എന്ന നിലയിലും ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും നമ്മൾ ഓരോ മെത്തേഡുകളും അറിഞ്ഞിരിക്കുക എന്നത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ 3 മെത്തേഡുകളും ഒരുപോലെ മനസ്സിലാക്കാൻ സാധിച്ചാൽ വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള ഏതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ അത് ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. നമുക്കിനി ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡുകൾ ഓരോന്നും മനസ്സിലാക്കാം. ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന അതിൻ്റെ 2 ടെർമിനലും കട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ സന്ദർഭത്തിൽ നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന അതിൻ്റെ 2 ടെർമിനലിൻ്റെയും നീളം വിലയിരുത്തി തന്നെ നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തുവാൻ സാധിക്കും. നമുക്ക് ഈ ഒരു മെത്തേഡിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്ന സമയത്ത് ആ വാങ്ങുന്ന വ്യക്തിക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന അതിൻ്റെ 2 ടെർമിനലിൻ്റെയും നീളം വിലയിരുത്തി തന്നെ വളരെ ഈസി ആയിട്ട് വാങ്ങുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തുവാൻ സാധിക്കും. ഈ ഒരു മെത്തേഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം കാഴ്ചക്കുറവുള്ള അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തികൾക്ക് പോലും ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് വാങ്ങുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന ഈ 2 ടെർമിനലിലെയും നീളം വിലയിരുത്തി പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തുവാൻ സാധിക്കും. ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്ന സമയത്ത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന 2 ടെർമിനലിലെയും നീളം വിലയിരുത്തി എങ്ങനെയാണ് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. നിങ്ങളിപ്പോൾ ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് ഒരു കടയിൽ നിന്ന് വാങ്ങുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച ആ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ ഇതുപോലെ 2 ടെർമിനൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന ഒരു ടെർമിനലിന് സ്വല്പം നീളം കൂടുതൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ടെർമിനലിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ ടെർമിനലിന് സ്വല്പം നീളം കുറവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പുറത്തേക്ക് 2 ടെർമിനൽ വരുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരു ടെർമിനലിന് നീളം കുറച്ച് കൂടുതൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ടെർമിനലിന് നീളം കുറവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നീളം കൂടിയ ഈ ഒരു ടെർമിനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നീളം കൂടിയ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് സൂചിപ്പിക്കുന്നത് അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് നൽകേണ്ടത്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് നൽകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന
ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലിൻ്റെയും നീളം വിലയിരുത്തി നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തുവാൻ സാധിക്കും. ഇനി കാഴ്ചക്കുറവുള്ള അല്ലെങ്കിൽ ഒട്ടും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ അവർക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ അഥവാ അവർ വാങ്ങുന്ന ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. കാരണം അവർ വാങ്ങുന്ന ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ അത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നു, രണ്ടാമത്തെ കൈയിലെ വിരലുകൾ ഉപയോഗിച്ച് ഈ രൂപത്തിൽ അത് സ്പർശിക്കുന്നത് വഴി അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ നീളം കൂടിയ ടെർമിനലും നീളം കുറഞ്ഞ ടെർമിനലും വളരെ ഈസി ആയിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് കണ്ണിൽ കാഴ്ചക്കുറവുള്ള വ്യക്തികൾക്കും കാഴ്ച ഒട്ടും ഇല്ലാത്ത വ്യക്തികൾക്കും ഒരുപോലെ അനുയോജ്യമായിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങളൊരു കടയിൽ നിന്ന് ഒരു പുതിയ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്നു. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നിങ്ങൾക്ക് രണ്ട് ടെർമിനൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരു ടെർമിനലിന് സ്വല്പം നീളം കൂടുതലും രണ്ടാമത്തെ ടെർമിനലിന് നീളം കുറവും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നീളം കൂടിയ ഈ ഒരു ടെർമിനൽ സൂചിപ്പിക്കുന്നത് ഇത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്നുള്ള കാര്യമാണ്. ഇനി നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ സൂചിപ്പിക്കുന്നത് ഇത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ അഥവാ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഏതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്ന സമയത്തും നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഈ രണ്ട് ടെർമിനലിൻ്റെയും നീളം വിലയിരുത്തി തന്നെ നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ പലർക്കും ഒരു സംശയത്തിന് ഇടവരുന്നുണ്ട്. കാരണം ഇതുപോലെയുള്ള ഒരു കപ്പാസിറ്റർ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ കപ്പാസിറ്ററിൻ്റെ രണ്ട് ടെർമിനലും ഒരേ നീളം തന്നെയാണ് വരുന്നത്. ഇനി ഇതുപോലെയുള്ള ഡിസ്ക് കപ്പാസിറ്റർ നമ്മൾ വാങ്ങുന്ന സമയത്തും ഇതിൻ്റെ രണ്ട് ടെർമിനലും ഒരേ നീളം തന്നെയാണ് വരുന്നത്. ആയതിനാൽ തന്നെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്ന സമയത്തും അതിൻ്റെ രണ്ട് ടെർമിനലും ഒരേ നീളം തന്നെയാണ് വരുന്നത്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ടെർമിനൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് എന്നതായിരിക്കും അവരുടെ ആ ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ഷേപം. അപ്പോൾ തീർച്ചയായിട്ടും അതിനു കൂടി ഒരു മറുപടി നൽകാം. എൻ്റെ കൈവശമുള്ളത് ഇതൊരു ഫിലിം കപ്പാസിറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കപ്പാസിറ്ററാണ്. ഈ ഒരു കപ്പാസിറ്ററിന് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ വരുന്നില്ല. നമുക്ക് ഈ ഒരു ടെർമിനൽ പോസിറ്റീവിലേക്കും ഈ ടെർമിനൽ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ടെർമിനൽ പോസിറ്റീവിലേക്കും ഈ ഒരു ടെർമിനൽ അത് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല. ഇനി ഇത് ഡിസ്ക് കപ്പാസിറ്ററാണ്. ഇതിനും നമുക്ക് രണ്ട് ടെർമിനൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ടെർമിനൽ ഇത് പോസിറ്റീവിലേക്കും ഈ ഒരു ടെർമിനൽ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. ഇനി ഈ ടെർമിനൽ തന്നെ നമുക്ക് പോസിറ്റീവിലേക്കും ഇത് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. എന്നിരുന്നാലും യാതൊരുവിധ പ്രശ്നവും സംഭവിക്കില്ല. കാരണം ഇങ്ങനെയുള്ള കപ്പാസിറ്ററുകൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ല. എന്നാൽ ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആയതിനാൽ തന്നെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നിർമ്മിക്കുന്ന കമ്പനിയാണ് അവർ നിർമ്മിക്കുന്ന ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആ ഒരു ടെർമിനലിന് നീളം കൂടുതലും അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആ ഒരു ടെർമിനലിന് പോസിറ്റീവ് ടെർമിനലിനെ അപേക്ഷിച്ച് നീളം കുറവും അത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നിർമ്മിക്കുന്ന കമ്പനി തന്നെയാണ് നൽകുന്നത്. ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ പരസ്പരം മാറി
നമ്മളൊരു ബോർഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു ബോർഡ് മൊത്തത്തിൽ കംപ്ലൈൻറ്റ് വരാനും ഒരുപക്ഷെ ആ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാനും ഒരു സേഫ്റ്റി എന്ന നിലയിൽ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നിർമ്മിക്കുന്ന കമ്പനി അവർ നിർമ്മിക്കുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നീളം കൂടുതലും നെഗറ്റീവ് ടെർമിനൽ നീളം കുറവും അത് അതാത് കമ്പനികൾ തന്നെയാണ് നൽകുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും നേരം സംസാരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. എങ്കിലും ചില ആളുകൾക്കുണ്ടായ ആ ഒരു സംശയം, അതായത് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന 2 ടെർമിനലിൽ ഒരെണ്ണം കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് എന്നതായിരിക്കും അവരുടെ ആ ഒരു സംശയം. അപ്പോൾ ആ ഒരു സംശയം മാറ്റുവാൻ വേണ്ടി ഞാൻ ഈ അടുത്ത കാലത്ത് വാങ്ങിയ ഒട്ടനവധി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ ആ ഓരോ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന അതിൻ്റെ 2 ടെർമിനലിൻ്റെയും നീളം പരിശോധിക്കുകയും ചെയ്യാം. ഇതുവഴി നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സംശയം അത് മാറ്റുവാനും സാധിക്കും. നമ്മൾ നേരത്തെ ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന ഇതിൻ്റെ 2 ടെർമിനലിൻ്റെയും നീളം വിലയിരുത്തി നമ്മൾ ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കണ്ടെത്തി. നമ്മൾ നീളം കൂടിയ ഈ ഒരു ടെർമിനൽ അത് പോസിറ്റീവ് ടെർമിനൽ ആണെന്നും നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് നെഗറ്റീവ് ടെർമിനൽ ആണെന്നും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ ചിലർക്കുണ്ടായ ഒരു സംശയം, അല്ലെങ്കിൽ ചിലർക്കുണ്ടാകുന്ന ഒരു സംശയം, ഞാനിവിടെ ഈ ഒരു നെഗറ്റീവ് ടെർമിനൽ അതിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നതായിരിക്കും അവർക്കുണ്ടാകുന്ന സംശയം. അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സംശയം മാറ്റുവാൻ വേണ്ടി ഞാൻ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്നതോടൊപ്പം തന്നെ ഇതേ അളവിൽ, അതായത് 1000 UF 35 വോൾട്ടിൻ്റെ മറ്റ് 3 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൂടി വാങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരുന്ന ഈ 2 ടെർമിനലിൻ്റെയും നീളം ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരുന്ന നീളം കൂടിയ ഈ ഒരു ടെർമിനലിൻ്റെ നീളം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് 2.5 സെൻറ്റിമീറ്റർ നീളം കാണുവാൻ സാധിക്കുന്നുണ്ട്. നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനലിൻ്റെ നീളം പരിശോധിക്കാം. ഇവിടെ നമുക്ക് 2 സെൻറ്റിമീറ്ററും കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേ നീളത്തിൽ തന്നെ നമുക്ക് ഈ ബാക്കി വരുന്ന ഈ 3 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും വരുന്ന അതിൻ്റെ 2 ടെർമിനലിൻ്റെയും നീളം നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരുന്ന ഈ നെഗറ്റീവ് ടെർമിനൽ, അതായത് നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ കട്ട് ചെയ്തിട്ടില്ല എന്ന് ഇവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഞാൻ ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഇതേ അളവിൽ മറ്റ് 3 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങിയിരുന്നു. അവ ഓരോന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു ചെറിയ ടെർമിനലിന് 2 സെൻറ്റിമീറ്ററും വലിയ ടെർമിനലിന് 2.5 സെൻറ്റിമീറ്ററും കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ 2 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും അതിൽ വരുന്ന ടെർമിനലിൻ്റെ നീളം ഇവിടെ തുല്യമാണ് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് രണ്ടും മാറ്റി വെക്കാം. ഈ ഒരു ചെറിയ ടെർമിനലിന് 2 സെൻറ്റിമീറ്ററും വലിയ ടെർമിനലിന് 2.5 സെൻറ്റിമീറ്ററും കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും സെയിം അളവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ചെറിയ ടെർമിനലിന് 2 സെൻറ്റിമീറ്ററും വലുതിന് 2.5 സെൻറ്റിമീറ്ററും കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരേ സമയം വാങ്ങിയ ഈ 4 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും അതിൽ വരുന്ന ടെർമിനലിൻ്റെ നീളം ഇവിടെ തുല്യമാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിച്ചു. അപ്പോൾ ഞാനിവിടെ ഇതിൽ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരുന്ന ഒരു ടെർമിനൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകം കാണാൻ സാധിച്ചേനെ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഇവിടെ ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന ഈ ഒരു ടെർമിനൽ ഇവിടെ കട്ട് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. നമുക്കിനി മറ്റൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ പരിശോധിക്കാം. നിങ്ങൾക്കിവിടെ 1000 EF 63 വോൾട്ട് വരുന്ന ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 2 ടെർമിനലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നീളം കൂടിയ ഈ ഒരു ടെർമിനൽ അത് പോസിറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാം. നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് നെഗറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇതും 1000 EF 63 വോൾട്ടിൻ്റെ
ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇതും 1000 UF 63 വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇതും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ 4 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരുന്ന ഒരു ടെർമിനൽ നീളം കൂടുതലും ഒരു ടെർമിനൽ നീളം കുറവും കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നീളം കൂടിയ ടെർമിനൽ അത് പോസിറ്റീവ് ടെർമിനലിനെ സൂചിപ്പിക്കുന്നു. നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് നെഗറ്റീവ് ടെർമിനലിനെ സൂചിപ്പിക്കുന്നു. മറ്റൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൂടി പരിശോധിക്കാം. ഈ 4 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും 470 UF 50 വോൾട്ടിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളാണ്. നിങ്ങൾക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്ന ഈ 2 ടെർമിനലിൽ ഒരെണ്ണത്തിന് നീളം കൂടുതലും ഒരെണ്ണത്തിന് നീളം കുറവും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ നീളം കൂടിയ ടെർമിനൽ സൂചിപ്പിക്കുന്നത് ഇത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്നും നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ 4 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും ആ ടെർമിനൽ നീളം ഇവിടെ നിങ്ങൾക്ക് അത് ഒരുപോലെ തന്നെയാണ് വരുന്നത് എന്നും കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ പരിശോധിക്കാം. ഇത് 1 UF 63 വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. നിങ്ങൾക്ക് ഇതിലും കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു ടെർമിനലിന് നീളം കൂടുതലും ഒരു ടെർമിനലിന് നീളം കുറവും കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ഈ നീളം കൂടിയ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്നും നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്നും മനസ്സിലാക്കാം. ഈ കാണുന്നതെല്ലാം തന്നെ 1 UF 63 വോൾട്ടിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇനി നമുക്ക് മറ്റൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൂടി പരിശോധിക്കാം. ഈ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഇത് 10 UF 63 വോൾട്ടിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇതിൽ വരുന്ന ഈ 2 ടെർമിനലിൻ്റെയും നീളം നമുക്കിവിടെ ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഒരു ടെർമിനലിന് നീളം കൂടുതലും ഒരു ടെർമിനലിന് നീളം കുറവും കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് നീളം കൂടിയ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടും അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൂടി പരിശോധിക്കാം. ഇത് 220 UF 25 വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. നിങ്ങൾക്ക് ഇതിലും കാണുവാൻ സാധിക്കും ഒരു ടെർമിനലിന് നീളം കൂടുതലും ഒരു ടെർമിനലിന് നീളം കുറവും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നീളം കൂടിയ ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്നും അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് വേറൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൂടി എടുക്കാം. ഇത് 100 UF 25 വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. നിങ്ങൾക്ക് ഇതിലും കാണുവാൻ സാധിക്കും ഒരു നീളം കൂടിയ ടെർമിനലും ഒരു നീളം കുറഞ്ഞ ടെർമിനലും കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും ഈ നീളം കൂടിയ ടെർമിനൽ അത് പോസിറ്റീവ് ടെർമിനൽ ആണെന്നും നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്നും മനസ്സിലാക്കാം. വേറൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൂടി നമുക്ക് പരിശോധിക്കാം. ഇത് 100 UF 100 വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇതിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരു ടെർമിനലിന് നീളം കൂടുതലും ഒരു ടെർമിനലിന് നീളം കുറവും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഈ നീളം കൂടിയ ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാം. നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത്
ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ അവസാനമായി ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൂടി കാണിച്ചു തരാം. ഇത് 10 UF 50 വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. നിങ്ങൾക്ക് ഇതിലും കാണുവാൻ സാധിക്കും ഒരു ടെർമിനലിന് നീളം കൂടുതലും ഒരു ടെർമിനലിന് നീളം കുറവും കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നീളം കൂടിയ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാം. നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 100 UF 16 വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഇതിന് ഒരുപാട് വർഷം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഈ ടെർമിനലിൻ്റെ ഭാഗത്തൊക്കെ ഒരു കറുപ്പ് നിറം കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ഓക്സിഡേഷൻ സംഭവിച്ചത് കാരണം അങ്ങനെ കാണുന്നതാണ്. നമുക്ക് ഈ ഒരു ടെർമിനലിൻ്റെ നീളം നോക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഒരു ടെർമിനലിന് നീളം കൂടുതൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഒരു ടെർമിനലിന് നീളം കുറവും കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നീളം കൂടിയ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാം. നീളം കുറഞ്ഞ ഈ ഒരു ടെർമിനൽ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററെല്ലാം തന്നെ അത് ഈ അടുത്ത കാലത്ത് വാങ്ങിയ പുതിയ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളാണ്. നമുക്ക് പുതിയൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരുന്ന ഈ 2 ടെർമിനലിൻ്റെ നീളം വിലയിരുത്തി തന്നെ നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പുതിയ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചില സമയത്ത് നമ്മൾ ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സന്ദർഭത്തിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് ലഭിക്കാനുള്ള സാധ്യതയും വരുന്നുണ്ട്. അതായത് ഈ ഒരു മെത്തേഡിന് ഒരു പോരായ്മ വരുന്നുണ്ട്. അപ്പോൾ അവയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒരിക്കലും ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്താൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മറ്റൊരു മെത്തേഡ് കൂടി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അവയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ വിശദമായി സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.